താൻ നേതൃത്വം നൽകുന്ന സഹകരണ ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത വിഷയത്തിൽ ബി.ജെ.പി. നേതാക്കൾക്കെതിരെ വിമർശനവുമായി ബി.ജെ.പി. നേതാവ് MS കുമാർ. താൻ നേതൃത്വം നൽകുന്ന സഹകരണ ബാങ്കിൽ നിന്ന് ലക്ഷങ്ങൾ വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാതെ നേതാക്കളായി വിലസുന്നവർ പാർട്ടിയിൽ തന്നെയുള്ളവരാണെന്ന് കുമാർ വെളിപ്പെടുത്തി. അനിലിന് അനുഭവിക്കേണ്ടി വന്ന മാനസിക സമ്മർദ്ദം തനിക്ക് ഊഹിക്കാൻ കഴിയുമെന്നും MS കുമാർ പറഞ്ഞു. വായ്പ തിരിച്ചടയ്ക്കേണ്ടതിനെക്കുറിച്ച് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾക്ക് ബോധ്യമുണ്ടാകണമെന്നും അനന്തപുരി സഹകരണ സംഘത്തിൽ നിന്ന് വായ്പയെടുത്തവരിൽ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ ഉണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. ഞാൻ കൂടിയുള്ള സംഘത്തിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ള 70% പേരും എന്റെ പാർട്ടിക്കാരാണ്. തിരിച്ചടയ്ക്കാത്തവരിൽ 90% അതേ പാർട്ടിക്കാർ തന്നെ. അതിൽ സാധാരണ പ്രവർത്തകർ മുതൽ സംസ്ഥാന ഭാരവാഹികൾ വരെയുണ്ട്. മറ്റു പാർട്ടികളിൽ നിന്ന് നമ്മുടെ സഹയാത്രികരായി കൂടി കേന്ദ്ര നേതാക്കളുമായി വരെ വലിയ അടുപ്പം സൃഷ്ടിച്ചെടുത്ത നേതാക്കളുമുണ്ട് എന്നായിരുന്നു നേരത്തെ അനിൽ മരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ പ്രതികരണം. 10 വർഷത്തിലധികമായി തിരിച്ചടയ്ക്കാത്തവർക്ക് 2 ആഴ്ചയെങ്കിലും സമയം കൊടുക്കേണ്ടേ? ബി.ജെ.പിയുടെ ആരുമല്ല ഞാനെന്ന ബോധ്യം ഇപ്പോഴാണ് വന്നത്. ഞാൻ ബി.ജെ.പിയുടെ ആരുമല്ലെന്ന് പറഞ്ഞത് സുരേഷാണ്. അത്യുന്നതനായ നേതാവാണ് അദ്ദേഹം. സുരേഷ് പറഞ്ഞാൽ അത് അവസാന വാക്കാണ്. ഇപ്പോൾ പാർട്ടി പരിപാടികൾ എന്നെ അറിയിക്കാറില്ല. വായ്പയെടുത്ത നേതാക്കളെക്കുറിച്ച് വെളിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഉടൻ തന്നെ വെളിപ്പെടുത്തും. ഫേസ്ബുക്കിലെ പ്രതികരണം ഒരു ഓർമ്മപ്പെടുത്തലാണ്, MS കുമാർ പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭയിലെ ബി.ജെ.പി. കൗൺസിലറും ജനറൽ സെക്രട്ടറിയുമായിരുന്ന തിരുമല അനിലിനെ സെപ്റ്റംബർ 20-ന് തിരുമലയിലെ ഓഫീസ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അനിലിന്റെ കൈപ്പടയിൽ എഴുതിയ കുറിപ്പിൽ അദ്ദേഹം അധ്യക്ഷനായിരുന്ന വലിയശാല ഫാം ടൂർ സഹകരണ സംഘത്തിന് 6 കോടിയോളം രൂപയുടെ ബാധ്യതയുണ്ടെന്നും ആത്മഹത്യക്ക് കാരണം ബാങ്കിലെ പ്രതിസന്ധിയാണെന്നുമുള്ള വിവരങ്ങൾ സ്ഥിരീകരിച്ചിരുന്നു. അനിലിന്റെ അതേ മാനസികാവസ്ഥയിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്നും MS കുമാർ പറഞ്ഞു. മരിച്ചു കഴിഞ്ഞ് നെഞ്ചത്ത് റീത്ത് വയ്ക്കുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവിതാംകൂർ സഹകരണ സംഘത്തിൽ നിന്ന് സംസ്ഥാന ജില്ലാ നേതാക്കൾ മാത്രം വായ്പയെടുത്ത് മുക്കിയത് 1 കോടി രൂപയാണെന്നാണ് കുമാർ നേരത്തെ വെളിപ്പെടുത്തിയത്. തിരുവനന്തപുരം നഗരവാസിയായ സംസ്ഥാന നേതാവ് 40 ലക്ഷം രൂപയാണ് വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാതെ ബാധ്യതയാക്കിയത്. മറ്റൊരു നേതാവ് 35 ലക്ഷവും. ക്രൈസ്തവ സഭയുമായി ലിങ്കുണ്ടാക്കാൻ ബി.ജെ.പി. വളർത്തിയ നേതാവും ലക്ഷങ്ങൾ അടയ്ക്കാനുണ്ടെന്നുമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഉടനെ തന്നെ പറയും എന്ന് തന്നെയാണ് MS കുമാർ മാധ്യമങ്ങളോടും പറഞ്ഞിരിക്കുന്നത്. ഇതിന് പിന്നിൽ പലരും പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ തെളിവോടുകൂടി താൻ വരുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.